ഹായ് ഫ്രണ്ട്സ്, ചെറിയ മഴ, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് ഇവിടെ. നല്ല രസമാണ്. അങ്ങനെ മഴയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊരു ഫോൺ വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടി, ഫ്രണ്ടിൻ്റെ കൊച്ച് ഹോസ്പിറ്റലാണ്, ICU. അപ്പം വിളിച്ച് ഭയങ്കര വിഷമം കരച്ചിലായിരുന്നു. അപ്പോൾ ഞാനും സമാധാനം പറഞ്ഞു. എന്താ പറഞ്ഞാലും ഞാനും നമുക്കറിയില്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന്. വിഷമമുണ്ട് കാര്യങ്ങൾ. ICUലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡും എല്ലാം ട്രിപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിന് ചെറിയൊരു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പോലെ വന്നു. അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ആക്കിയത് ICUലാണ്. അവൾ കരച്ചില്ല. നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ പറയാനും. എന്താ പറയുന്നത്, പ്രശ്നം വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങൾ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് പല പേഷ്യൻ്റെ കണ്ടാൽ പിന്നെ മൈൻഡ് ഫുള്ള് ആ പേഷ്യനെ കുറിച്ച് ആലോചിച്ചും എനിക്കും സിക്കാവുന്ന ടൈപ്പാണ് ഞാൻ. പിന്നെ എൻ്റെ ഫാദറെല്ലാം ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ സമയത്തും എൻ്റെ എന്താ പറയുക ഇതെല്ലാം കാണാതെ കൂടെ നിന്നാൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ പനിയായിട്ട് ഞാനും വന്നിരിക്കുക. ഞാൻ മനസ്സിൽ ഫുൾ ഹോസ്പിറ്റലിൽ പല പേഷ്യൻ്റ് കാണുമല്ലോ. നമ്മൾ എന്തെല്ലാം ഇതിലിരുന്നാലും പേഷ്യൻ്റ് കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അവർ ഇത് വേദനയെന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ വേദന തന്നെയാണ്. എല്ലാ വേദന നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ എന്തെല്ലാം പ്രശ്നത്തിന് അവരെല്ലാം വരുന്നേ. ഒരു ആംബുലൻസിൻ്റെ വണ്ടി ഇത് വെക്കാനും ഞാൻ അപ്പോൾ തന്നെ ഓർക്കും, ദൈവമേ അവർക്ക് അവരെ കാത്തുള്ളണേ എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ന്യൂസ് വന്നപ്പോൾ ഞാനൊരു ചെറിയൊരു വിഷമമുണ്ട്. അതിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടോ? എനിക്ക് ചെറിയ ഇങ്ങനെ കണ്ടാൽ മതി. പിന്നെ അതേ ഞാൻ എൻ്റെ മൈൻഡ് ഹോസ്പിറ്റലിൽ ഫുള്ള് പറഞ്ഞത് അങ്ങനെ മൈൻഡ് ഫുൾ അങ്ങോട്ടല്ല പോകുന്നത്. അപ്പം എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. ഓക്കെ, ബൈ.